ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. 40ാമത് പീസിനാക് സമ്മേളനങ്ങൾക്ക് ഷിക്കാഗോ വേദിയാകുകയാണ്. അനുഗ്രഹീതമായൊരു പട്ടണമാണ് ഷിക്കാഗോ. വലിയ ചരിത്രമുള്ള, പാരമ്പര്യമുള്ള, ഒത്തിരിയധികം സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു പട്ടണം ഒരു വലിയ ആത്മീയ സംഗമത്തിന് സാക്ഷിയാകുവാൻ പോവുകയാണ്. ഇനി ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് ഇതിൻ്റെ സംഘാടകരിൽ പ്രമുഖരായ 3 പേരോടൊപ്പം ഞാൻ ഇരിക്കുന്നത്. ഇവരെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മധ്യത്തിലിരിക്കുന്നത് പാസ്റ്റർ സാം മാത്യു. അദ്ദേഹമാണ് ഈ കോൺഫറൻസിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത്. ഇദ്ദേഹം പ്രസാദ് ജോർജ്, തിരുവല്ല ആഞ്ഞിലിത്താനം സ്വദേശിയാണ്. ഒരു CPA-കാരനാണ്. അതുകൊണ്ട് കണക്ക് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യാനറിയാം. അദ്ദേഹമാണ് ട്രഷററായിട്ടിരിക്കുന്നത്. എൻ്റെ പ്രിയ സ്നേഹിതൻ കുര്യൻ ഫിലിപ്പ്, കോട്ടയം സ്വദേശിയാണ്. അദ്ദേഹമാണ് ഈ സമ്മേളനത്തിൻ്റെ മാധ്യമ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത്. ഈ 3 പേരും ഈ കോൺഫറൻസുമായി ബന്ധപ്പെട്ട അവരുടെ ക്രമീകരണങ്ങൾ എന്തായിരിക്കുന്നു, എത്രത്തോളം എത്തി, അവരുടെ പ്രതീക്ഷ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ച് പറയുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കാം. അമേരിക്കയിൽ മലയാളികൾ ഒത്തുചേരുന്ന ഏറ്റവും വലിയ സമ്മേളനമാണ് പീസിനാക്. അതായത് ഏത് വിഭാഗത്തിൽപ്പെട്ട മലയാളികളെ എടുത്തു പരിശോധിച്ചാലും പെന്തക്കോസ്തുകാരായിട്ടുള്ള മലയാളികൾ ഒത്തുകൂടുന്നതാണ് അമേരിക്കയിൽ മലയാളികൾ ഒത്തുകൂടുന്ന ഏറ്റവും വലിയ സമ്മേളനം. അപ്പോൾ ആ നിലയിൽ തന്നെ ഇതിന് വലിയ സാമൂഹ്യ പ്രസക്തി കൂടെ ഉള്ള ഒരു സമ്മേളനമാണ് നടക്കുവാൻ പോകുന്നത്. എല്ലാവിധ ക്രമീകരണങ്ങളും ഇവർ അതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ ക്രമീകരണങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കാം. ആദ്യം സെക്രട്ടറി നമ്മളോട് ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും. അമേരിക്കയിലും കാനഡയിലുമുള്ള പെന്തക്കോസ്ത് ദൈവജനങ്ങളുടെ ഏറ്റവും വലിയ സമ്മേളനമാണ് ജൂലൈ 2 മുതൽ 5 വരെ ഷിക്കാഗോയിലുള്ള ഷാംബർഗ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുന്നത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ആത്മീയമായും ഭൗതികവുമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് 4ാമത്തെ തവണയാണ് ഈ ഷിക്കാഗോ പട്ടണം ഇതിന് സാക്ഷ്യമായി. 4ാമത്തെ തവണയാണ് ഷിക്കാഗോ പട്ടണം പീസിനാക്കിന് വേദിയാകുന്നത്. അതിൻ്റെ ഉള്ള ഒരു ആവേശം ഈ ലോക്കൽ തലത്തിൽ തന്നെ നമുക്ക് കാണാം. ഓക്കെ, എത്ര പേരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ഏകദേശം 5000-ഓളം രജിസ്ട്രൻസിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിവിധ സെഷനുകളിലായി 8,000 മുതൽ 10,000 വരെ ആൾക്കാർ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് വിവിധ സെഷനുകളിലായി ഉള്ള കണക്കെടുപ്പ്. അപ്പം നമുക്ക് ഈ രാത്രി യോഗം അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗ് ആയിട്ട് നമ്മൾ വെക്കുന്നത്. ആ മീറ്റിങ്ങിൽ ഒരു ക്രൗഡ് എത്രത്തോളം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? രാത്രി യോഗം ഈ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സെഷനിലും മലയാളം സെഷനിലും 2 വിഭാഗമായിട്ടാണല്ലോ എല്ലാ വർഷവും നടക്കുന്നത്. രണ്ടും രണ്ടായിട്ടാണ് നടക്കുന്നത്. മലയാള സെഷനുകളിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 3000, അതിൽ കൂടുതൽ ആൾക്കാരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു സെഷൻ ഇംഗ്ലീഷ് സെഷനിൽ ഈ പ്രാവശ്യം മലയാള സെഷനേക്കാൾ അധികമായി രജിസ്ട്രൻസിനെ കാണാം. അവർ അതിൽ അധികമായി കാണാം. അതായത് യുവജനങ്ങളുടെ വലിയൊരു പങ്കാളിത്തം ഇത്തവണയുണ്ട്. ഈ വർഷത്തെ രജിസ്ട്രേഷൻ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, ഈ ഷിക്കാഗോ പട്ടണം ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ്. ഒത്തിരി മതസമ്മേളനങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ള, നമ്മളെപ്പോഴും പറയുന്ന വിവേകാനന്ദൻ്റെ ചരിത്രം മുതൽ ഇങ്ങോട്ട് പറയാനുള്ളൊരു പട്ടണമാണ്. ഈ പട്ടണത്തിൽ ഈ കോൺഫറൻസ് നിങ്ങൾക്ക് എങ്ങനെ അത് വ്യത്യസ്തമായിരിക്കുന്നു? എന്താണ് ജനങ്ങളോട് അവസാന നിമിഷം പറയുവാനുള്ളത്? കാരണം അത് ഞാനത് ചോദിക്കുമ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഈ കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്യുക. അവസാന നിമിഷം ഇനി ഇതിൽ പങ്കെടുക്കാൻ അമേരിക്കയുടെ ഏത് ഭാഗത്തുനിന്നും ആളുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇനിയും വരാൻ സാധിക്കും. അപ്പോൾ അവസാന നിമിഷം അങ്ങനെയുള്ള ആളുകളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് പറയാനുള്ളത് എന്ത്? ലോകത്തിലെ ഏറ്റവും 1ാമത്തെ കരിസ്മാറ്റിക് സഭയായ ആന്ധ്രാപ്രദേശിലുള്ള കാൽവറി ചർച്ചിൻ്റെ സ്ഥാപകനും മെയിൻ പ്രാസംഗികനുമായ ഡോക്ടർ സതീഷ് കുമാറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാസംഗികനായിട്ട് കടന്നു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ അതാണ്. അതുകൊണ്ട് തെലുങ്ക് ഭാഷയിലുള്ള ആളുകളും ധാരാളമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇവിടെയുള്ള തെലുങ്ക് സഭകളും തമിഴ് സഭകളും വളരെ ആവേശപൂർവ്വമായാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. സത്യത്തിൽ സതീഷ് കുമാറിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സഭകളിൽ ഒന്നിൻ്റെ സ്ഥാപകനും പാസ്റ്ററുമാണ് അദ്ദേഹം. 4 ലക്ഷത്തോളം അംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ സഭയിലുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യമായിട്ട് ഇവിടെ ഒരു മലയാളി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. അതിലും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ അദ്ദേഹം പ്രസംഗിക്കുന്ന സെഷനുകളിൽ അദ്ദേഹത്തിന് വളരെയധികം സമയങ്ങൾ നമ്മൾ പ്രസംഗത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. സാധാരണ കോൺഫറൻസുകളിൽ 20 മിനിറ്റുകൾ ഒതുക്കുന്ന ശുശ്രൂഷകളല്ല അദ്ദേഹത്തിന് കൊടുക്കുന്നത്.
1.5 അതിൽ കൂടുതൽ സമയങ്ങൾ, മണിക്കൂറുകൾ അദ്ദേഹത്തിന് പ്രസംഗിക്കുവാൻ സമയം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം വലിയൊരു ആത്മീയ ഉണർവ്, വലിയൊരു ആത്മീയ മുന്നേറ്റം ഈ കോൺഫറൻസ് കൊണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഇവിടെയുള്ള ജനങ്ങൾ, അമേരിക്കയിലുള്ള ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രയർ വിഷയമാണ് ഇത്. ഉടനെ ഓൾറെഡി തന്നെ അനുഗ്രഹം, ആത്മീയമായ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്തോത്രങ്ങളുടെയും സ്തുതികളുടെയും ഉച്ചത്തിൽ ജൂലൈ 2-ാം തീയതി ആരംഭിക്കുന്ന ഈ കോൺഫറൻസ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി തീരുമെന്നുള്ള, ആത്മീക സംഗമത്തിന് ഏറ്റവും വലിയ അനുഗ്രഹമായി തീരുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, ഈ സാം മാത്യു പാസ്റ്ററുടെ ഒരു പശ്ചാത്തലം കൂടെ എന്ന് പറഞ്ഞാൽ പാസ്റ്റർ മോനാണല്ലോ. ഞാൻ കേരളത്തിൽ ഒരു പെന്തക്കോസ്ത്, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു പാഴ്സനേജിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു പാസ്റ്ററായിരുന്നു. കൊട്ടാരക്കര യോനാച്ചൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ പിതാവ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ പാസ്റ്റർ MJ മാത്യു എന്ന് പറഞ്ഞ തിരുവല്ലായുടെ വിവിധ സ്ഥലങ്ങളിൽ, കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ, ആന്ധ്രാപ്രദേശിലൊക്കെ പ്രവർത്തിച്ച ഒരു ദൈവദാസനായിരുന്നു. ഞങ്ങൾ പാഴ്സനേജികൾ താമസിച്ച് ദൈവത്തെ ഉയർത്തി അതേ ഒരു തലമുറയിൽ 3-ാം തലമുറയായി ഞാൻ ഇവിടെ അമേരിക്കയിൽ 96 മുതൽ ഇവിടെയുണ്ട്. 96 മുതൽ ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ചർച്ച് ഓഫ് ഗോഡിന്റെ സഭയുടെ അംഗമായി ഇതുവരെ തുടർന്നു പോകുന്നു. എനിക്ക് എൻ്റെ ഭാര്യ സൂസൻ, 3 പെൺമക്കൾ ശില്പ, ഷാനൻ എന്നീ 3 മക്കളും ഞങ്ങൾ കുടുംബമായി ദൈവത്തെ ആരാധിച്ചു പോകുന്നു. ഞങ്ങൾ ന്യൂയോർക്കിൽ യോങ്കേഴ്സിലാണ്. ഞങ്ങൾ ന്യൂയോർക്കിൽ യോങ്കേഴ്സ് എന്ന പട്ടണത്തിൽ താമസിച്ച് ദൈവത്തെ ആരാധിച്ചു പോകും. ഓക്കെ, താങ്ക് യു. ട്രഷാറിൻ്റെ കയ്യിലാണ് ഇതിൻ്റെ വിജയം മൊത്തം ഇരിക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങൾ എപ്പോഴും ഈ കോൺഫറൻസിൻ്റെ കാര്യമായിട്ട് പറയുമ്പം ആളുകൾ ഏറ്റവും ആശങ്ക പ്രകടിപ്പിക്കാറുള്ളത് സാമ്പത്തികം. ഇങ്ങനെ വലിയ ഹ്യൂജ് എമൗണ്ട് ചിലവാക്കേണ്ട ഒരു സമ്മേളനമാണ്. ക്രമീകരണങ്ങൾ, സംവിധാനങ്ങൾ, ഹോട്ടൽ ബുക്കിംഗ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. സാധാരണഗതിയിൽ ഈ ട്രഷാർ എടുക്കുന്ന ഒരു പെയിൻ എന്ന് പറയുന്നത് ഭയങ്കര. എങ്ങനെ ഈ കോൺഫറൻസിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് വരികയാണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ നിലയിൽ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച്? വളരെ നല്ലൊരു റെസ്പോൺസാണ് ഈ സാമ്പത്തിക കാര്യങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു ടൈറ്റിൽ സ്പോൺസറെ കിട്ടിയിട്ടുണ്ട്, എബനേസർ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ്. അദ്ദേഹം $25,000 സംഭാവന തന്ന് നമ്മുടെ ഈ കൺവെൻഷൻ വിജയിക്കുവാൻ വേണ്ടി, ഈ കോൺഫറൻസ് വിജയിക്കാൻ വേണ്ടി അദ്ദേഹം തന്നു. അതിനുള്ള നന്ദി പ്രത്യേകം ഈ സമയത്ത് അറിയിക്കുന്നു. പിന്നെ 2 സ്പോൺസേഴ്സ് കൂടെ ഉണ്ട്. അവർ ഇച്ചിരി താഴ്ന്ന ലെവലിലുള്ള സ്പോൺസേഴ്സാണ്. അതായത് $1,500 മുതൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന അനേക ആൾക്കാരുണ്ട്. അവരുടെ ഒരു സംഭാവനയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് കിട്ടും എന്ന് ഉറപ്പുണ്ട്? ഏകദേശം അടുത്ത് വരുന്നു. എന്നാൽ ഈ അല്പം നിങ്ങൾ പ്രതീക്ഷിച്ചത്രയും ഹോട്ടൽ ബുക്കിംഗ് നടന്നിട്ടുണ്ടോ? അത് നിശ്ചയമായിട്ടും നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് മിക്കവാറും എല്ലാം തീർന്നിരിക്കുന്ന. ഇനിയിപ്പോൾ ഒരാൾക്ക് പങ്കെടുക്കണം, ഇപ്പം നമ്മുടെ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ഒരാൾക്ക് പങ്കെടുക്കണം എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഒരു ഹോട്ടൽ റൂം കൊടുക്കാനായിട്ട്, പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും? അതിന് ഉണ്ടെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷനിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ വിളിച്ചാൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ നടത്തുന്ന കോൺഫറൻസ് സെന്ററിലെ എല്ലാ റൂമും പോയി, അതുപോലെ തൊട്ടടുത്തുള്ള 2 ഹോട്ടൽ കൂടെ ബുക്ക് ചെയ്തിരുന്നു. അതും ഫുൾ കവറേജ് ആയി. ഇനിയും ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ക്യാൻസൽ ചെയ്തെങ്കിൽ മാത്രമേ വരാൻ പറ്റത്തില്ല എന്ന് പറയുന്നവർക്ക്, പുതുതായിട്ട് വരുന്നവർക്ക് കൊടുക്കാൻ നമുക്ക് ഹോട്ടൽ റൂമുകൾ സാധിക്കുള്ളൂ. അല്ലെ പിന്നെ അവർ ഔട്ട്സൈഡ് താമസിച്ചിട്ട് കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യാം. ഇതിന് ചുറ്റുപാടും അനേക ഹോട്ടലുകളുണ്ട്. അവിടെ താമസിച്ചുകൊണ്ട് ഇവിടെ വന്ന് കോൺഫറൻസിന് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ ഇതിന് നമ്മളൊരു എൻട്രി ഫീസ് ഉണ്ടോ? ഉണ്ട്, നിശ്ചയമായിട്ടും. ആദ്യത്തെ 1500 പേർക്ക് നമ്മൾ വെറും 30 രൂപയ്ക്കാണ് എൻട്രി ഫീസ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ജനുവരി 1-ാം തീയതി മുതൽ നമ്മൾ $50 ചാർജ് ചെയ്യുന്നത് എൻട്രി ഫീസ്. അപ്പം ഈ ആ $50 ഈ പാർക്കിംഗ് ഫ്രീ ആണോ, അതോ പാർക്കിങ്ങിന് വേറെ ഫീസ് കൊടുക്കും? ഇല്ലില്ല, വേണ്ട. ഈ ഹോട്ടലുകളിലും നമ്മുടെ കൺവെൻഷൻ സെന്റർ നടക്കുന്ന ഹോട്ടലും എല്ലാ ഹോട്ടലുകളിലെയും പാർക്കിംഗ് ഫ്രീ ആണ്. ഏത് സമയത്തും കവേർഡ് പാർക്കിംഗ് ഉണ്ട്. ഇന്ന് തന്നെ ഞങ്ങൾ ആ പാർക്കിംഗ് ലോട്ടിൽ പോയി ഇന്ന് രാവിലെ പോയി പ്രാർത്ഥിച്ചു. ഞാനും സാമച്ചാനും കൂടെ പോയി പ്രാർത്ഥിച്ചു. അതിനകത്ത് ഏകദേശം 950 പാർക്കിംഗ് സ്പോട്ട്സ് ഉണ്ട്, കവേർഡ് പാർക്കിംഗ് ഉണ്ട്. അതിനകത്ത് അവർക്ക് പാർക്ക് ചെയ്യാം. അതുപോലെ പുറത്ത് തന്നെ ഇഷ്ടം പോലെ കൺവെൻഷൻ സെന്ററിനോടുള്ള അനേകം ആൾക്കാർക്ക് പാർക്ക് ചെയ്യാൻ അത് 100% ഫ്രീ ആണ്. ഏത് സമയത്ത് വരാനും പോകാനും എല്ലാവർക്കും. സെക്രട്ടറിക്ക് അതുമായി ബന്ധപ്പെട്ട് ഈ 3 ഹോട്ടലുകളിലും നിങ്ങൾക്ക് ഇനിയും താമസിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിനെ കോണ്ടാക്ട് ചെയ്താൽ അവരതിനുള്ള അവസരം ഉണ്ടാക്കുന്നുണ്ട്. ഈവൻ ഒരാൾക്ക് ഇപ്പോൾ സ്പോൺസർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വെന്യൂവിൽ നമുക്ക് റൂമുകൾ
താമസ സൗകര്യം കൊടുക്കാം, ഫുഡ് കൊടുക്കാം. പക്ഷേ നിങ്ങൾക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് അത് ട്രഷറോട് ചോദിക്കട്ടെ, ഈ ഫുഡിന്റെ കാര്യം എങ്ങനെയാണ്? പിന്നെ ഇന്ത്യൻ ഫുഡാണോ അതോ അമേരിക്കൻ ഫുഡാണോ? നിങ്ങൾ എന്തുവാ ഈ ഒരു കോൺഫറൻസിന്റെ വിജയം എന്ന് പറയുന്നത് അതിന്റെ ഫുഡും കൂടെയാണ്. അതെ അതെ, എല്ലാ ദിവസവും വിവിധ ഹോട്ടലിന്റെ നമ്മൾ അവരുടെ കിച്ചൺ വാടകയ്ക്ക് എടുത്ത് വേറൊരു ഔട്ട്സൈഡ് കാറ്ററിംഗ് ആർക്കാണ് കൊടുത്തിരിക്കുന്നത്. അവരെ ഹോട്ടൽ 100% ഗ്യാരണ്ടീഡ് ആണ്. അവര് വിവിധ തരത്തിലുള്ള ഫുഡാണ് ഡിഫറെന്റ് ഡേയ്സിൽ കൊടുക്കുന്നത്. ഒരേ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് അമേരിക്കൻ ഫുഡും ഇന്ത്യൻ ഫുഡും കിട്ടും, അല്ലെങ്കിൽ മെക്സിക്കൻ ഫുഡ് കിട്ടും. അങ്ങനെ ഡിഫറെന്റ് ആണ്. എല്ലാവർക്കും ഒരുമിച്ച് എല്ലാം എടുക്കാൻ പറ്റത്തില്ല. എന്നാൽ ഏതെങ്കിലും ഒരു ഐറ്റം എടുത്ത് ഒരു നേരം ഒരു ഫുഡ്, മറ്റൊരു നേരം വേറൊരു ഫുഡ് ആവശ്യത്തിനനുസരിച്ച് കഴിക്കുകയും ചെയ്യാം. ഒരു അപേക്ഷയേ ഉള്ളൂ, എല്ലാം കൂടി എടുത്ത് വേസ്റ്റ് ആക്കരുതെന്ന് മാത്രം ഒറ്റ അപേക്ഷ, ആവശ്യത്തിന് മാത്രം എടുത്ത് കഴിക്കുക, അത്രേ ഉള്ളൂ. അതെ. ഓക്കെ, പ്രസാദ് ജോർജിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ? ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട ഒരു CSI സഭയിലാണ്. അവിടുന്ന് ആഞ്ഞിൽത്താനത്ത് വെച്ച് ഒരു ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങളൊരു കൺവെൻഷന് സംബന്ധിക്കാൻ പോയപ്പോൾ അങ്ങനെ രക്ഷിക്കപ്പെട്ട് ഞങ്ങൾ ആഞ്ഞിൽത്താനം IPC ചർച്ചിനോട് അവിടെ ചേർന്ന് വർഷങ്ങളായിട്ട് അവിടെ ആയിരിക്കുന്നു. അതിനുശേഷം ബാംഗ്ലൂർ കുറച്ച് നാളുണ്ടായിരുന്നു. 1999 അമേരിക്കയിലേക്ക് കടന്നു വന്നു. ഇവിടെ അതിനുശേഷം ഡാൻബറി കണക്റ്റിക്കറ്റിൽ എന്നുള്ള സ്ഥലത്ത് ആയിരിക്കുന്നു. ഓക്കെ, യെസ്. കുര്യൻ ഫിലിപ്പ് സാർ. യെസ് സർ. ഷിക്കാഗോ പട്ടണത്തിൽ വീണ്ടും കോൺഫറൻസ് വരികയാണ്. ഇവിടെ ഇതിനു മുമ്പ് നടന്ന കോൺഫറൻസിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നേരത്തെ നടന്ന കോൺഫറൻസിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കോൺഫറൻസ് ആയിരുന്നു. അതുപോലെ തന്നെ പുതിയ കോൺഫറൻസ് വരുന്നു. സാർ അതിൻ്റെ ഒരു മുഖ്യ ചുമതല, അതായത് ലോക്കലിലാണ് ഇതിൻ്റെ എല്ലാം ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടുന്നത്. അപ്പോൾ ലോക്കലിൽ സ്റ്റീഫൻ പാസ്റ്റർ ലീഡർഷിപ്പ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ കുറേ പേരാണ് ഇതിൻ്റെ പിന്നെ ഈ ചക്രം തിരിക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ പ്രധാനമായിട്ടും എനിക്ക് മനസ്സിലായ കാര്യം, ഇത്തവണത്തെ കോൺഫറൻസിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഈ മീഡിയയിലൂടെയുള്ള ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നത്, നിരന്തരം വാർത്തകളുടെ ഒരു പ്രളയമാണ്. എങ്ങനെ സാധിക്കുന്നു സാറിന് ഇത്രയും വാർത്തകൾ സൃഷ്ടിക്കാനായിട്ട്? സാറേ, ഈ ഒരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. ഇത്രയും വാർത്തയുടെ പെരുമഴയാണ് നമ്മൾ ഒരുക്കിക്കൊണ്ട്. അത് സത്യത്തിൽ ഒരു ദൈവത്തിൻ്റെ ഒരു കൃപ എന്ന് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. ഏകദേശം ഒരു 10-15ഓളം മാധ്യമങ്ങൾ, നമ്മുടെ പെന്തക്കോസ്തു മാധ്യമങ്ങൾ മാത്രമല്ല, നമ്മുടെ സെക്കുലർ മാധ്യമങ്ങൾ, ചിക്കാഗോയിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്ന പല ക്രിസ്തീയ മാധ്യമങ്ങൾ കൂടാത്തതിനുള്ള സെക്കുലർ മാധ്യമങ്ങൾ നമ്മുടെ വാർത്തകൾ വളരെ താല്പര്യപൂർവ്വം അതിനകത്തിടുന്നുണ്ട്. ഈവൻ നമ്മുടെ മലയാളം മനോരമയുടെ US എഡിഷൻ പോലും വാർത്തകൾക്ക് യാതൊരുവിധ പരിഗണനയും നമുക്ക് അർഹമായ പരിഗണന തന്നുകൊണ്ട് തന്നെ നമ്മുടെ വാർത്തകൾ അതിൻ്റെ അകത്ത് ഇടുന്നു എന്നുള്ളൊരു സന്തോഷമാണ്. അപ്പം ഈ ഒരു വാർത്തകൾ കൊണ്ട് തന്നെ എല്ലാ ജനങ്ങളും ഈ വാർത്ത അറിയുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അവലംബിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ചെറിയ ന്യൂസ് ബൈറ്റുകൾ എടുത്തിട്ട് അതിനെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ചെറിയ വാർത്തകൾ പോലും എല്ലാവരും പെട്ടെന്ന് അറിയുന്നു എന്നുള്ളൊരു ഒരു വാസ്തവമുണ്ട്. ഓക്കെ, ലോക്കലിലുള്ള ക്രമീകരണങ്ങളെക്കുറിച്ച് ലോക്കലിലുള്ള ഒരു പ്രധാനപ്പെട്ട ആളെന്നുള്ള നിലയിൽ സാർ? അതെ, ഞാൻ ആക്ച്വലി പിന്നെ ഇല്ലിനോയ് സ്റ്റേറ്റ് ഓഫ് ഇല്ലിനോയ് പീസിനാക്കിൻ്റെ നാഷണൽ കമ്മിറ്റിയിൽ പ്രതിനിധീകരിക്കുന്ന ഇല്ലിനോയുടെ പ്രതിനിധിയാണ് ഞാൻ. അപ്പം കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയാനുള്ള ആ ടൈറ്റിൽ എനിക്ക് ഉണ്ട്. അപ്പം ഞാനിത് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ നാഷണൽ മീഡിയ കോർഡിനേറ്ററായിട്ട് നാഷണൽ എക്സിക്യൂട്ടീവിൽ എന്നെ തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞ് ഏകദേശം ഈ കോൺഫറൻസിന് മറ്റൊരു പ്രത്യേകത, PCNAC ജനറൽ ബോഡി ഒരു തീരുമാനമെടുത്തു. 2 വർഷത്തിലൊരിക്കൽ മാത്രം ഇനി PCNAC മതി എന്നുള്ള തീരുമാനമെടുത്തു. ആ തീരുമാനം പ്രാവർത്തികമാക്കുന്ന ആദ്യത്തെ കോൺഫറൻസാണ്. അതെ, ഊസ്റ്റൺ കോൺഫറൻസ് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ വർഷം നമുക്ക് കോൺഫറൻസ് ഇല്ലായിരുന്നു. ഇത് ആദ്യത്തെ 2 വർഷം കഴിഞ്ഞിട്ടുള്ള കോൺഫറൻസാണ്. ഇനി ഒരു PCNAC കോൺഫറൻസ് ജനങ്ങൾക്ക് കൂടണമെങ്കിൽ അടുത്തതിൻ്റെ പിന്നത്തെ വർഷം വരെ കാത്തിരിക്കണം. അപ്പം PCNACനോട് ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു കോൺഫറൻസാണ് PCNAC. കോവിഡ് സമയത്ത് 3-4 വർഷത്തേക്കിനത് നമ്മൾ നിർത്തിവെച്ചെങ്കിലും ആ സമയത്ത് പോലും ജനങ്ങൾക്ക് പ്രയാസമുണ്ടായി, ഇത് നടത്തണം എന്ന് പറഞ്ഞു. അത് വീണ്ടും നമ്മൾ നടത്തി. ഫിലദൽഫിയയിലാണ് കോവിഡിന് ശേഷം ആദ്യമായിട്ട് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഊസ്റ്റണിൽ വന്നപ്പോഴത്തേക്കിന് ജനപങ്കാളിത്തം കൊണ്ട് അത് വലിയൊരു കോൺഫറൻസ് ആയിട്ട് മാറി. നമ്മൾ ഷിക്കാഗോയിലേക്ക് കടന്നു വരുമ്പോൾ 4ാമത്തെ കോൺഫറൻസ് എന്നുള്ള നിലയിൽ ഈ കോൺഫറൻസ് ഒത്തിരി വ്യത്യസ്തത പുലർത്തിക്കൊണ്ടാണ് ഈ മീറ്റിംഗ് കടന്നു പോകുന്നത്. ഇവിടെ നമുക്ക് വളരെ ശക്തവും സജീവവുമായിരിക്കുന്ന 6 ലോക്കൽ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. ലോക്കൽ കോർഡിനേറ്ററായിട്ട് ഡോക്ടർ ടൈറ്റസ് ഈപ്പൻ, അതുപോലെ തന്നെ പാസ്റ്റർ ജിജു ഉമ്മൻ, ലോക്കൽ സെക്രട്ടറി ഡോക്ടർ ബിജു ചെറിയാൻ, ലോക്കൽ സെക്രട്ടറി മോഹൻ ജോൺ മത്തായി, അതുപോലെ തന്നെ ലോക്കൽ ട്രഷറർ KO ജോസ് CPA, പിന്നെ വർഗീസ് സാമുവൽ, ജോയിമോൻ. ഇത്രയും പേരെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരാണ്. അവർ ഈ സമൂഹത്തിൻ്റെ ക്രീമാണ്. ചിക്കാഗോയിൽ വളരെ സ്വാധീനമുള്ള ചെറുപ്പക്കാരാണ് അവർ
മുന്നോട്ട് വന്ന് ഇത് ഏറ്റെടുത്തിട്ട് അവർ വളരെ സ്വന്തമായി എല്ലാ കാര്യങ്ങളും വളരെ ജനങ്ങൾ പങ്കാളിത്തത്തോടെ നാഷണൽ കമ്മിറ്റിയുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു പ്രതീതിയാണ് ഞാൻ എൻ്റെ പ്രതിനിധി എന്നുള്ളത് ഞാൻ മാറി നിന്ന് വീക്ഷിച്ചത്. കാര്യം സാധാരണ കോൺഫറൻസ് ഒക്കെ നടക്കുമ്പോൾ ചെറിയ ചെറിയ അപസ്വരങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകാറുണ്ട്, ലോക്കലും നാഷണലും ഒക്കെ ആയിട്ടൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. എല്ലാവരും തന്നെ ഫാസ്റ്റർ സ്റ്റീഫൻസന്റെ നേതൃത്വത്തിൽ അച്ചടക്കം വലിയ യൂണിറ്റി ഉണ്ട്, വളരെ യൂണിറ്റി വളരെ പ്രകടമാണ്. ലോക്കൽ സഭകളെല്ലാം തന്നെ അത് തന്നെ. അതെ, അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ പ്രെയർ കമ്മിറ്റി. ഞാൻ മുമ്പേ പറഞ്ഞ 2 വർഷം ആയപ്പോൾ തന്നെ എൻ്റെ 6 മാസം കഴിഞ്ഞ് 1.5 വർഷത്തോളമായി 2025 ജനുവരി ആദ്യം പ്രെയർ ലൈൻ ഉദ്ഘാടനം ചെയ്തു. എൻ്റെ 1.5 വർഷമായിട്ട് തുടർമാനമായ പ്രാർത്ഥനകളാണ്. അത് വീക്കിലി പ്രാർത്ഥനയുണ്ട്, സഹോദരിമാരുടെ പ്രാർത്ഥനയുണ്ട്, 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഇടയ്ക്ക് നടന്നു. ഇപ്പോൾ ഇന്ന് വൈകിട്ട് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അവസാനിക്കുന്നു. പിന്നെ പല പല പ്രാർത്ഥനകൾ, ചെറുതും വലുതുമായ പ്രാർത്ഥനകൾ ദേശീയ വ്യാപകമായിട്ട് നമ്മൾ നടത്തി പ്രാർത്ഥനയുടെ വലിയൊരു അന്തരീക്ഷം നമ്മൾ എടുക്കാൻ തക്കമുണ്ടായിരുന്നു. വളരെ ഉപവസിക്കാനൊക്കെ മുമ്പോട്ട് പോകും. അപ്പം ലോക്കൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ലോക്കൽ പ്രെയർ കമ്മിറ്റി, അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫുഡ് കമ്മിറ്റി, അക്കോമഡേഷൻ കമ്മിറ്റി, എല്ലാ കമ്മിറ്റികളും സജീവമാണ്. നമ്മുടെ ഇംഗ്ലീഷ് സെഷൻ, നമ്മൾ സാധാരണ ഒരു വാക്ക് ഞാനത് കറക്റ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ യൂത്ത് സെഷൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പേര് തന്നെ നമ്മൾ മാറ്റി. ഇപ്പോൾ 2 ഇതാണ് ലാംഗ്വേജ് അനുസരിച്ച്, ഒന്ന് മലയാളം സെഷനും ഒന്ന് ഇംഗ്ലീഷ് സെഷനും. അപ്പോൾ ഈ 2 സെഷനും പാരലായിട്ട് പോവുകയാണ്. വളരെ ശക്തമായിരിക്കുന്ന മീറ്റിങ്ങുകളാണ് ഈ 2ഇടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാറേ, പിന്നെ ഷിക്കാഗോ പട്ടണം ഒരു വലിയ പ്രത്യേകതകളുള്ള പട്ടണമാണ്. ഈ പട്ടണത്തിൽ ദീർഘവർഷങ്ങളായി, പതിറ്റാണ്ടുകളായി പാർക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ പട്ടണത്തെക്കുറിച്ചും അതുപോലെ ഈ കൺവെൻഷൻ നടക്കുന്ന ആ വെന്യൂവിനെ കുറിച്ചും ഒന്ന് വിശദീകരിച്ചാൽ. നമ്മുടെ ചിക്കാഗോയിൽ മുമ്പ് പറഞ്ഞ പോലെ ഇത് 4ാമത്തെ കൺവെൻഷനാണ് നടക്കുന്നത്. ആദ്യത്തെ കൺവെൻഷൻ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് വീറ്റൺ കോളേജിൽ നടന്നു. 2ാമതൊരു കൺവെൻഷൻ മാൻഹെയിം റോഡിലുള്ള റോസ്മോണ്ടിൽ നടന്നു. 3ാമത്തെ കൺവെൻഷനും റോസ്മോണ്ടിൽ വെച്ച് നടന്നു. ഇത് 4ാമത്തെ കൺവെൻഷൻ ഷാംബർഗ് സിറ്റിയിലാണ് നടക്കുന്നത്. ഷാംബർഗ് സിറ്റി എന്ന് പറയുന്നത് ഇല്ലിനോയ്സ് സ്റ്റേറ്റിലെ ഒരു വളരെ പ്രസിദ്ധവും വളരെ സമ്പന്നന്മാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഷാംബർഗ് സിറ്റി. കൂടുതൽ ഇന്ത്യക്കാർ താമസിക്കുന്നുണ്ട്. ഒത്തിരി ഡോക്ടർമാരായിരിക്കുന്ന നോർത്ത് ഇന്ത്യൻ പട്ടേൽസ് ഒത്തിരി താമസിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ കൺവെൻഷൻ സെൻറ്റർ ഉള്ളത്. വലിയൊരു കൺവെൻഷൻ സെൻറ്ററാണ്. നമ്മുടെ മലയാളികളുടെ ചില കല്യാണങ്ങളൊക്കെ അവിടെ വെച്ച് ഇങ്ങനെ നടക്കാറുണ്ട്. ഒത്തിരി പേര് നമുക്ക് അവിടെ ഇരുത്താൻ പറ്റുന്ന ഒരു കൺവെൻഷൻ സെൻറ്ററാണ്. അപ്പോൾ ഷാംബർഗ് എന്ന് പറയുന്നത് ചിക്കാഗോ മലയാളികളുടെ ഒരു പരിച്ഛേദം എന്ന് വേണം പറയാം. ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും വരാം. എക്സ്പ്രസ് ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം. ഓഹിയർ എയർപോർട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ് ദൂരം മാത്രമേ ഇതുള്ളൂ. ഒത്തിരി ലോക്കൽ റോഡുകൾ നമ്മൾ ഈ കൺവെൻഷൻ സെൻറ്ററിലേക്ക് വരുന്നുണ്ട്. അപ്പം ആ കൺവെൻഷൻ സെൻറ്റർ എല്ലാവർക്കും ആക്സസിബിളാണ്. ഷിക്കാഗോ സിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ റിലീജിയസ് പാർലമെൻറ്റ് നടന്ന സമ്മേളനമാണ്. നമുക്ക് അറിയാവുന്ന കാര്യം, ലോക മത സമ്മേളനം ചിക്കാഗോയിൽ വെച്ചാണ് നടക്കുന്നത്. അന്നത്തെ ആ മീറ്റിങ്ങിൽ നമ്മളെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വന്നതാണ് സ്വാമി വിവേകാനന്ദൻ. സാർ മുമ്പ് അതിനെക്കുറിച്ച് പറഞ്ഞു. സഹോദരി സഹോദരന്മാരെ എന്ന് അദ്ദേഹം എഴുന്നേറ്റെന്ന് പറഞ്ഞപ്പോൾ ലോകം മുഴുവനും ശ്രദ്ധിച്ച് കേട്ട ഒരു ഇതായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് എല്ലാ വർഷവും 2-3 വർഷം കൂടുമ്പോഴേണ്ട കോൺഫറൻസ് നടക്കാറുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും ചിക്കാഗോയിൽ വെച്ച് അത് നടന്നു. മാതാ അമൃതാനന്ദമയാണ് അന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കടന്നു വന്നത്. അപ്പം ഇങ്ങനെ ലോക പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ തന്നെ ഏകദേശം അതേ സമയത്ത് തന്നെയാണ് D.L. മൂഡി സുവിശേഷവുമായിട്ട് ഷിക്കാഗോയിൽ എത്തിച്ചേരുന്നത്. ഷിക്കാഗോ സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ബൈബിൾ കോളേജുകൾ, അദ്ദേഹത്തിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം കിടന്ന കട്ടിലുകൾ, മേശകൾ, ടേബിൾ, അതെല്ലാം നമുക്കൊരു മ്യൂസിയം പോലെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഷിക്കാഗോ സിറ്റി എപ്പോഴും സുവിശേഷ പ്രവർത്തനത്തിന് മുമ്പിലായിരുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലെ കൂടുതൽ മലയാളികളുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ചിക്കാഗോ. കൂടുതൽ മലയാളികൾ ചിക്കാഗോയിൽ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ 3ാമത്തെ ഏറ്റവും വലിയ സിറ്റിയാണ്. ന്യൂയോർക്ക്, ലോസ് ആഞ്ചൽസ് കഴിഞ്ഞാൽ 3ാമത്തെ ഏറ്റവും വലിയ സിറ്റിയാണ് ചിക്കാഗോ. ചിക്കാഗോ തൊഴിലാളികൾക്ക് പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. തൊഴിലാളി പ്രസ്ഥാനത്തിനൊക്കെ ഒത്തിരി പ്രാധാന്യമുള്ള സ്ഥലമാണ് ചിക്കാഗോ. എന്നാൽ മലയാളി പെന്തക്കോസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സിറ്റിയിൽ ഏകദേശം 16ഓളം മലയാളി സഭകളുണ്ട്. അത് ചെറുതും വലുതുമായ സഭകളുണ്ട്. അടുത്ത സമയത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം വെച്ചാൽ, മിക്ക സഭകൾക്കും ദൈവം സ്വന്തമായിട്ട് ആരാധനാലയങ്ങളൊക്കെ കൊടുത്തു. ഒരു 15 കുടുംബങ്ങളെ ഉള്ളതിലും അവർക്ക് ഒരു സ്വന്തമായിട്ട് ആലയം ഉള്ള പള്ളികൾ മേടിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ദൈവം അനുഗ്രഹിച്ച ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. അവിടെ ഫെലോഷിപ്പ് ഓഫ് പെന്തക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോ, FPCC എന്ന് പറഞ്ഞൊരു സംഘടന പ്രവർത്തിക്കുന്നു. നമ്മുടെ മലയാളി പെന്തക്കോസ്റ്റ് സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണത്. ആ കൂട്ടായ്മയിൽ എല്ലാ മാസവും നമ്മൾ മാസയോഗം നടത്താറുണ്ട്, കമ്പൈൻഡ് വർഷിപ്പുകൾ നടത്താറുണ്ട്. അതിൻ്റെ യുവജന വിഭാഗമാണ് CCF എന്ന് പറയുന്നത്. അപ്പം ചിക്കാഗോയിൽ ദൈവ മക്കളുടെ ഒരു യൂണിറ്റി പ്രകടമാണ് FPCCക്കായിട്ട്. ഓക്കെ, അപ്പം വലിയ പ്രതീക്ഷയോടുകൂടെ ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് പീസ് നാക് സമ്മേളനങ്ങൾക്ക്. മുൻകാലങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ട്
പീസ്നാക് സമ്മേളനങ്ങളിൽ ഡയറക്റ്റ് വന്ന് പങ്കെടുത്തില്ലേ പോലും ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ഇതിൻ്റെ ഭാഗമാകാനായിട്ടുള്ള അവസരമുണ്ട്. ലൈവായിട്ട് ഈ സമ്മേളനങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ളവർക്ക് വീക്ഷിക്കുവാൻ സാധിക്കും. അതും ഒരു പ്രത്യേകതയാണ്. അതൊരു പ്രത്യേകതയാണ്. നമ്മൾ സാറ് പറഞ്ഞ പോലെ തന്നെ നേരത്തെയൊക്കെ നമ്മളിത് റെക്കോർഡ് ചെയ്ത് വീഡിയോ ടേപ്പാണ് പണ്ട് കൊടുക്കുന്നത്. ഇപ്പം സാഹചര്യങ്ങൾ മാറിയതുകൊണ്ട് AI ഉൾപ്പെടെയുള്ള അനേക സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് ലൈവ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ലൈവ് കൊടുക്കുന്നുള്ളപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി നമ്മുടെ സഹോദരന്മാർ ആവശ്യപ്പെട്ടു അവർക്ക് ലൈവ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് നാഷണൽ കമ്മിറ്റി ഒരു തീരുമാനമെടുത്തത് നമ്മൾ തന്നെ അത് എടുത്തിട്ട് ഇവർക്കെല്ലാം ഫീഡ് കൊടുത്തിട്ട് പല പല ഏജൻസികൾ അത് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്താനായിട്ടുള്ള ലോകം മുഴുവൻ വീക്ഷിക്കാൻ സാധിക്കും. അതൊരു വലിയ പ്രത്യേകത. സത്യത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇത് കാത്തിരിക്കാൻ തുടങ്ങുന്നത് പങ്കെടുക്കുന്നത്. അവർ നേരിട്ടല്ലെങ്കിൽ പോലും വെർച്വൽ ആയിട്ടാണെങ്കിലും പങ്കെടുക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കാത്തിരിക്കുക. പീസ്നാക് അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുകയാണ്. വ്യാഴാഴ്ച കോൺഫറൻസ് ആരംഭിക്കുന്നു. ലോകം മുഴുവനുള്ള മലയാളി പെന്തക്കോസ്തു സമൂഹം, വിശ്വാസ സമൂഹം വലിയ ആവേശത്തോടെ കാത്തിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ, മനോഹരമായ ഗാനങ്ങൾ, അനുഭവങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അതിലൂടെ കാണുവാനും കേൾക്കുവാനും സാധിക്കും. ഇവിടെ നടക്കുന്ന സമ്മേളനം ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടത് മലയാളി വിശ്വാസ സമൂഹത്തിന് നിലനിൽക്കുന്ന ഓർമ്മകൾ നൽകുന്ന ഒരു സമ്മേളനമായി മാറേണ്ടതിനും അതിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരെ കർത്താവ് ധാരാളമായി അതിനുവേണ്ടി ബലപ്പെടുത്തേണ്ടതിനും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥനയും അവർ ചോദിക്കുന്നുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. ഒരു വാക്കൂടെ അഡീഷണൽ പറഞ്ഞോട്ടെ. ഹല്ലേലൂയയുടെ ബഹുശതം പ്രേക്ഷകർക്ക് ഞങ്ങളുടെ പീസ്നാക്കിൻ്റെ ചിക്കാഗോയിൽ നിന്ന് ഞങ്ങളുടെ വന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നു. ഈ ഹല്ലേലൂയയുടെ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ വാരിക ഞങ്ങളുടെ എല്ലാ വാർത്തകളും അല്ലേ സെക്രട്ടറിയും ട്രഷററും അല്ലേ ഞങ്ങൾക്ക് ഒന്നിച്ച് ഞങ്ങൾ സാറിനോട് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ്. ഹല്ലേലൂയ നമ്മളൊരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രത്യേക പരിഗണന കൊടുത്ത് അത് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നു. അതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഹല്ലേലൂയയുടെ ബഹുശതം പ്രേക്ഷകർക്കും വായനക്കാർക്കും ചിക്കാഗോ പീസ്നാക്കിൻ്റെ എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും ആശംസകളും ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കും. താങ്ക് യു.